ഇന്ന് അതിരമ്പുഴപ്പള്ളി പെരുന്നാളിൻ്റെ ഡേ 3 ആണ് കേട്ടോ. ഇന്ന് വീട്ടുകളിൽ നിന്നൊക്കെയുള്ള ദിവസമായതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞങ്ങൾക്ക് ഇന്നിവിടെ കഴുന്നാണ് വീട്ടുകളിൽ നിന്നുള്ള ദിവസം. അപ്പം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ആകെപ്പാടെ മുഷിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ട് നമുക്ക് തന്ന ഗിഫ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് കിട്ടിയത് മേഘേനും എന്നെ കിട്ടിയത് റിനോയ് ചേട്ടനുമായിരുന്നു കേട്ടോ. അപ്പം ഇതാ ഈ വൃത്തികെട്ട് നടന്നതൊക്കെ ഇപ്പം ഞാനൊന്ന് മാറ്റി ഇന്ന് കുളിച്ച് ഒന്ന് സെറ്റായിട്ട് വരാം. അപ്പം നമ്മളൊരു കുളിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടുമല്ലേ. നമ്മൾ രാവിലെ തൊട്ട് മുഷിഞ്ഞ് അറിയാൻ നടക്കുന്നെങ്കിൽ പോലും എന്നാ പറയുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ഉന്മേഷമൊക്കെ കിട്ടും അല്ലേ. അപ്പം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൂടെ തന്നെ ഒരു ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുന്ന ഒരു ടോപ്പും കൂടെ ഉണ്ടായിരുന്നേ. അപ്പം അത് രണ്ടുമായിരുന്നു എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പിരികമൊക്കെ ഇതൊക്കെ ചുമ്മാ പ്രഹസനങ്ങളാണല്ലേ, ജസ്റ്റ് ഒന്ന് കറുപ്പിച്ചൊന്ന് സെറ്റപ്പ് ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്നാ പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ ക്യാപ്ഷനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഡാസ്ലറാണ്. നമ്മളൊരു ഒരു ഒരു പ്രായം ആയിക്കഴിയുമ്പോൾ തൊട്ട്, അതായത് കണ്ണൊക്കെ എഴുതുന്ന ആ ഒരു സെറ്റപ്പ് ആകുമ്പോൾ തൊട്ട് നമ്മൾ ഡാസ്ലർ കൊണ്ടാണല്ലേ അടിപൊളിയായിട്ട് വരയ്ക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനും ഡാസ്ലറിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാസ്ലറിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടുകേട് എന്നുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു. ഞാനും ജോളിയമ്മയും കൂടി ഞങ്ങൾ ഓരോ സ്ഥലത്ത് എന്നാ പറയുന്നത് ക്ലീനിങ് ആയിട്ടും അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. നമുക്ക് 6 മണിക്കാണ് ഇവിടുന്ന് എന്താണ് പള്ളിയിൽ നിന്ന് കഴുന്ന് ഓരോ സ്ഥലം വഴി എടുത്തെടുത്ത് വന്ന് നമ്മുടെ ഇവിടെ വന്നു അങ്ങനെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് തിരിച്ച് പള്ളിയിൽ ചെല്ലുന്നത് 9 മണിക്കാണ് കേട്ടോ. അതാണ് ഒരു ടൈം വെച്ചിരിക്കുന്നത്. പക്ഷെ ആ 9 മണിക്ക് ചിലപ്പോൾ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. ഒരുപാട് ദൂരം നടക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ മറ്റേ മുത്തുക്കുടിയും അമ്മയുടെ കയ്യിൽ കഴുന്നും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്നാ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഡേ 3 ആണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കഴുന്നെടുപ്പലും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പം മണി 10 ആയിരുന്നേ. അപ്പം കുറച്ച് വീഡിയോസൂടെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. കാരണം നമ്മൾ ഓരോ സ്ഥലം വഴി നടന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ.